തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. നമ്മളൊരു മഴയ്ക്ക് കാത്തിരുന്നവരാണ്. പക്ഷേ ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കിയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ മരം കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ശക്തമായ കാറ്റിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂര അപ്പാടെ പറന്നുപോയി. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചുട്ടുപൊള്ളി നിന്ന ഇടമാണ്. ശരിയാണ്, ഇടുക്കിയിലും വയനാട്ടിലും ഒഴികെയുള്ള ഇടങ്ങളിലാണ് യെല്ലോ അലർട്ട് അടക്കമുണ്ടായിരുന്നത്. എങ്കിലും ഒരു മഴ തിമിർത്ത് പെയ്തപ്പോൾ വലിയ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യുകയാണ് രാഹുൽ. മാധു, ഇടുക്കിയിലെ പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇരുണ്ടുമൂടിയ കാലാവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. പൈനാവിലും വണ്ടിപ്പെരിയാറിലും മൂന്നാറിലും അടക്കമാണ് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തത്. മഴ പെയ്ത സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ തന്നെ വണ്ടിപ്പെരിയാർ മ്ലാമല ഭാഗത്താണ് 2 മണിക്ക് ശേഷമുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വ്യാപകമായിട്ട് വൈദ്യുതി പോസ്റ്റുകൾ ഉൾപ്പെടെ തകരുന്ന സാഹചര്യമുണ്ടായി. ശക്തമായ കാറ്റിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരകൾ അപ്പാടെ പറന്നു പോകുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തോളം ഈ മേൽക്കൂര പറന്നുപോയി എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. അതുകൂടാതെ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട്. ഈ മ്ലാമല മേഖലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം, അത് കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറച്ചു നേരമാണ് മഴ പെയ്തതെങ്കിൽ കൂടി ആ സമയത്ത് വലിയ രീതിയിലുള്ള കാറ്റും ഇടിമിന്നലും അനുഭവപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് മരം കടപുഴകി വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും അതുകൂടാതെ വ്യാപകമായി കൃഷി നശിക്കുകയും ചെയ്തത്. ഇന്ന് പ്രത്യേകിച്ച് ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ട അലേർട്ടുകൾ നൽകിയിട്ടില്ലെങ്കിലും നാളെ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ചൂടിന് വലിയൊരു ആശ്വാസം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനതയുള്ളത്. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.